ഈ വീട്ടിലാണ് നമ്മുടെ പുതുശ്ശേരി ആൾക്കാർ നിൽക്കുന്നത്. ഇപ്പോൾ വന്ന കാരണം ഇവരറിഞ്ഞ ആരും ഉണ്ടായില്ല, അല്ലെങ്കിൽ നേരത്തെ ആൾക്കാരുണ്ടാവും ഇവിടെ. ഇതാണ് ഇവരെ താവളം എന്ന് പറയുന്നത്. ഇവിടെ അകത്തെ ആൾക്കാരാണെന്ന് അറിയാൻ പാടില്ല. ജെല്ലൊക്കെ തുറന്നിട്ടുണ്ട്. അതൊക്കെ ഒരു സൈക്കിളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. ഇവിടെ താമസമില്ലാത്ത വീടാണ്. ഒരു ജോലിസുണ്ട് അവിടെയൊക്കെ. ഇതാണ് കണ്ടാ പൊളിഞ്ഞിറക്കുന്ന വീടാണത്. ഇവരാണ് വന്നിട്ടവർ നമുക്ക് നാട്ടിൽ കൂടെ റോട്ടിൽ കൂടെ നടക്കാനും പോലും പറ്റണില്ല. ഇത് ഈ വീടാണ്. സാബു എന്ന് പറഞ്ഞ ഒരു ആളുടെ വീടാണിത്. നമ്മളിപ്പോൾ സ്ഥാപനത്തിനോട് ഇറങ്ങാൻ പോകണം. ഇന്ന് വൈകുന്നേരം ഇതാണ് വീട്. ഇവിടുത്തെ ഇത് നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരാണ് വന്നിട്ടാണ് വരണത്. ഇവിടെ ഈ നാട്ടിൽ തന്നെ വന്നത്. രാത്രി 12 മണി വരെ ഇത് ഈ വീട്ടിലാണ് വന്നത്. ഇത് ഈ കലങ്കുമ്മയ്ക്കാണ് അവർ ഇരിക്കേണ്ട. ഇതൊരു കലങ്ങൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ മൊത്തം ഈ വഴി മൊത്തം ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ആൾക്കാരിക്കുള്ളൂ. ഇന്ന് വന്ന കാരണം, അല്ലെങ്കിൽ ഒരു 3:30-4 മണി മുതലേ പരിചയമില്ലാത്ത പിള്ളേർ സെറ്റാണ് വന്നത്. അവിടെ നിന്ന് പിടിക്കണ കുടിക്കണൊക്കെ ഉള്ളത്. ഒരാളും ചോദിക്കാനും പറയാനൊന്നുമില്ല. നമുക്ക് നമ്മളെ വീട്ടിൽ പോണ വഴിയാണത്. ഇന്നലെ ഒരു ചേട്ടനെ പിടിച്ച് തല്ലി. ഇപ്പോൾ ഇന്ന് ഞങ്ങൾ കേസ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ്, പഞ്ചായത്തിൽ പരാതി കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അവർ ഇന്നിവിടെ വരാൻ നിൽക്കണത്. നോക്കട്ടെ. എപ്പോഴും പോലീസുകാരത്ത് പരാതി പറഞ്ഞ് മടുത്ത്, ഈ വീടിൻ്റെ ഓണറടുത്ത് പരാതി പറഞ്ഞ് മടുത്ത്. ഇന്നലെ എപ്പോഴും നമുക്കൊരു എന്നിട്ട് പറയുക, സഞ്ചാര സ്വാതന്ത്ര്യം പോലും ഇല്ല ഇപ്പോൾ അവിടെ. 8 മണി കഴിഞ്ഞാൽ 9 മണി കഴിഞ്ഞാൽ വണ്ടി, ഈ 12 മണി 1 മണി വരെയൊക്കെ ഉണ്ടാവും ഇവിടെ ആൾക്കാർ. പിള്ളേർ ഒരു കൂട്ടം പിള്ളേരുണ്ടാവും. ഒരു പിള്ളേരല്ല, ഒരു കൂട്ടം പിള്ളേർ. അത് നമുക്കറിയാത്ത പിള്ളേരാണിത്. ഈ വീട്ടിലാണ് സാബുവിൻ്റെ, ഓളാട്ടുപുറ സാബുവിൻ്റെ വീടാണിത്. നമുക്ക് നടക്കാനും പറ്റില്ല, ഒന്നിനും പറ്റുന്നില്ല.